നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഒരു വലിയൊരു ഞെട്ടലിലാണ് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും എല്ലാം തന്നെ. ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് 8 ലക്ഷം കോടി രൂപയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ വൈപ്പ് ഔട്ട് ആയിരിക്കുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. സ്റ്റെയർകേഴ്സ് പോലെ താഴേക്ക് നിഫ്റ്റി ഇറങ്ങി വന്ന് അവസാനം 21,243 ഇപ്പം നിഫ്റ്റി നിൽക്കുന്നത്. 500 പോയിന്റിലേറെ ഇൻട്രാഡേ ഹൈയിൽ നിന്ന് നിഫ്റ്റി ഫോളായി. ഒരു ശക്തമായൊരു ഇടിവ് നമ്മൾ കണ്ടു. ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ വളരെയധികം പാനിക് സിറ്റുവേഷനിലാണ്. കാരണം കഴിഞ്ഞ ബുധനാഴ്ച വലിയൊരു ഇടിവിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ആ ഒരു ക്ഷീണം മാറും മുമ്പെയാണ് അൺഎക്സ്പെക്റ്റഡായിട്ട് വലിയൊരു ഫോൾ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഫോളിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ? നിലവിൽ മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമോ അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സീയിൽ ഉള്ള കോൺഫ്ലിക്റ്റോ ഒന്നുമല്ല, മറിച്ച് ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം ഉള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു ആഴ്ചയിൽ ആകെ 3 ട്രേഡിംഗ് ഡേ ആണുള്ളൂ. വെള്ളിയാഴ്ച മാർക്കറ്റ് അവധി, തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയായിരുന്നു. അപ്പോൾ 3 ട്രേഡിംഗ് ഡേ മാത്രം ഉള്ളൂ. അത് മാത്രമല്ല, ഇത് മന്ത്ലി എക്സ്പയറി ആണ്. സ്റ്റോക്കുകളുടെയും ഇൻഡെക്സുകളുടെയും മന്ത്ലി എക്സ്പയറി ആണ്. ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഈ വ്യാഴാഴ്ച എക്സ്പയർ ആവും. നിഫ്റ്റിയുടെ കറണ്ട് മന്തിലെ ഫ്യൂച്ചർ വ്യാഴാഴ്ച എക്സ്പയർ ആവും. സ്റ്റോക്കുകൾ വ്യാഴാഴ്ച എക്സ്പയർ ആവും. ഈ സ്റ്റോക്കുകൾ വ്യാഴാഴ്ച എക്സ്പയർ ആകുമ്പോൾ ഇതിൽ പോളിക്യാബ് എന്ന് പറഞ്ഞ കമ്പനി ഇൻകം ടാക്സ് റെയ്ഡ് കാരണം ഏകദേശം ഒരു 1000 കോടി രൂപയുടെ ഒരു ക്രമക്കേട് കാരണം ഓൾറെഡി ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് സി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന കമ്പനി സോണി ആയിട്ടുള്ള ലയനം ഇവർ റദ്ദാക്കിയ കാരണം കൊണ്ട് സ്റ്റോക്ക് 30% ഇടിവ് രേഖപ്പെടുത്തി. അതും FNO എനേബിൾ ആയിട്ടുള്ള സ്റ്റോക്കാണ്. അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമുക്ക് വളരെയധികം ഒരു ഫോളിന് കാരണമായിട്ടുള്ള HDFC ബാങ്ക് ഇന്നും ഫർദറായിട്ട് ഫോളായി. നിഫ്റ്റിയിൽ ഏകദേശം ഒരു 70 പോയിൻറ്റിൻ്റെ ഒരു ഫോളിന് കാരണക്കാരൻ HDFC ബാങ്കാണ്. അപ്പോൾ അത് ഫോളായി. അതുണ്ടാക്കുന്ന ഒരു പാനിക് സിറ്റുവേഷൻ, മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായി. പ്രീമിയംസ് എല്ലാം തന്നെ സ്പൈക്ക് ചെയ്തു. ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്തു. ആകെ ഒരു പുകമറയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് എന്ന് വേണം നമുക്ക് കരുതാൻ. ഇനി ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കുമ്പോൾ ഈ സി എൻ്റർടൈൻമെൻറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ കാരണം ഇന്ന് മീഡിയ സെക്ടർ ഒരു സിംഗിൾ ഡേ കൊണ്ട് 12% ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. റിയാലിറ്റി ഒബ്രോയ് റിയാലിറ്റി ശക്തമായൊരു ഫോൾ രേഖപ്പെടുത്തി 5%. PSU ബാങ്ക് 4.5%. അതുപോലെ തന്നെ ഒട്ടുമിക്ക സ്റ്റോക്കുകൾ ഇന്ന് ഫോളായി. ഫാർമ സെക്ടർ മാത്രമാണ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് ഇടിവിന് കാരണമായിട്ടുള്ള മറ്റൊരു കാരണം PSU സെക്ടറിലുള്ള എസ്പെഷ്യലി റെയിൽവേ കമ്പനീസ് കൂട്ടത്തോടെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. RVNL ആവട്ടെ, IRFC ആകട്ടെ, IRCTC ആകട്ടെ, അങ്ങനെയുള്ള ഒടിപിടി PSU കമ്പനീസ് എല്ലാം തന്നെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതും മാർക്കറ്റിലുള്ളൊരു ശക്തമായിട്ടുള്ള ഇടിവിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ FIs ആശാന്മാർ എത്രമാത്രം സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഡേറ്റ ഇതുവരെ വന്നിട്ടില്ല. അത് നാളെ രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഈ ഇടിവിന് ശക്തമായിട്ട് അവരുടെ സെൽ ഓഫ് ഇന്ന് കാരണമായിട്ടുണ്ട്. നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ നിന്ന് 333 പോയിൻറ്റ്, സെൻസെക്സ് 1053 പോയിൻറ്റ്, ബാങ്ക് 1043 പോയിൻറ്റ് ഫോൾ രേഖപ്പെടുത്തിയപ്പോൾ ഇന്ന് NSEയിൽ 322 കമ്പനീസും മാത്രമാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. 1875 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. സിപ്ല, സൺഫാർമ, എയർടെൽ, ICICI ബാങ്ക്, ഹീറോ മോട്ടോ കോർപ്പ് തുടങ്ങിയ കമ്പനീസ് 1% മുതൽ 7% റാലി രേഖപ്പെടുത്തിയപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക്, കോൾ ഇന്ത്യ, ONGC, അദാനി പോർട്ട്, SBI ലൈഫ് ഇൻഷുറൻസ് 4 മുതൽ 6% ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ ZNും തന്നെ നിഫ്റ്റി 50യിലുള്ള ഏറ്റവും വലിയൊരു ഫോൾ ഉണ്ടാക്കിയ കമ്പനീസ് മാത്രമാണ് ഇപ്പോൾ ലിസ്റ്റിലുള്ളത്. ZN തന്നെ ഉണ്ടാക്കിയ 30% ഫോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനി നമുക്ക് നേരെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് പോകാം. ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ്, നിഫ്റ്റി വ്യാഴാഴ്ചയാണ് എക്സ്പയറി 21,260, സ്പോട്ട് 21,300, 400, 500, 600 എല്ലാം തന്നെ ഭീകരമായിട്ട് കോൾ റൈറ്റിംഗ് ഉണ്ട്. 20,000 എന്നാൽ മേജർ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. PCR 0.7 ആണ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. 46,000 സ്പോട്ട്, 45,400, കൂടാതെ തന്നെ 46,000, 46,500 മേജർ റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് സോൺ നോക്കുകയാണെങ്കിൽ 44,000 ആണ്. 0.8 ആണ് PCR. അപ്പോൾ പൊതുവേ പുട്ട്സുകളെല്ലാം തന്നെ വളരെ അകലെയാണ്. ആളുകളെല്ലാം തന്നെ പുട്ടെല്ലാം തന്നെ
റൈറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നേരെ നമ്മളുടെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആക്സിസ് ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 4% ഉയർന്ന് 6071 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തിയിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 9% വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഇക്വിറ്റിയാണ് ആണല്ലോ കമ്പനികൾ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയുന്നത്. മാർക്കറ്റ് ഫോളോ ചെയ്താലും ഫോളോ ആകാത്ത ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇത് കൃത്യമായിട്ട് നമുക്ക് റിട്ടേൺ നമുക്ക് തരികയും ചെയ്യും. മാർക്കറ്റ് ഫോളോ ആയാലും ഇതിൽ പ്രത്യേകിച്ച് ഫോൾ ഉണ്ടാകുകയില്ല. അപ്പോൾ ഇത്തരം ഡെപ്റ്റ് സെക്യൂരിറ്റീസിനെ നമ്മളെ ബ്രോക്കറിന് പണയപ്പെടുത്തി നമുക്ക് ഓപ്ഷനൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ആഴ്ച കൊച്ചിയിൽ, ഇനി കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. സീ എൻ്റർടൈൻമെൻറ്റ് കമ്പനി നേരത്തെ നമ്മൾ കണ്ടതാണ്. സോണി TV ആയിട്ടുള്ള മെർജ് ഇവർ റദ്ദാക്കി. സ്റ്റോക്ക് ശക്തമായൊരു ഇടിവിന് കാരണമായി. കൂടാതെ ഇവർ മൾട്ടിപ്പിൾ ഡൗൺ ഗ്രേഡ് പല അനലിസ്റ്റുകളും നൽകി. HDFC ബാങ്ക് ടോപ്പ് ഡ്രാഗേഴ്സാണെന്ന് നിഫ്റ്റിയിൽ 2% ഫോള്. 52 പോയിൻറ്റ് HDFC ബാങ്ക് ഇടിഞ്ഞു. ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം ഒരു 11 ലക്ഷം കോടി രൂപയിലേക്ക് കുറഞ്ഞു. 12,97,00,000 കോടി രൂപ ഉണ്ടായിരുന്ന മാർക്കറ്റ് ക്യാപ്പാണ്. അതുപോലെ ഒബ്രോയ് റിയാലിറ്റി 8% ഫോള് രേഖപ്പെടുത്തി. മോശം റിസൾട്ട് കാരണം ബോംബെ കേന്ദ്രമായിട്ടുള്ള റിയാലിറ്റി കമ്പനി ശക്തമായിട്ടുള്ള ഇടിവിന് കാരണമായി. കോൾട്ടാ പാറ്റൽ കമ്പനി 545 കോടി രൂപയുടെ ഒരു ഓർഡർ മുംബൈയിൽ, ഇതിൽ മറ്റൊരു റിയാലിറ്റി കമ്പനിയാണ്, മുംബൈയിലൊരു ഓർഡർ അവർക്ക് കിട്ടി. ഹീറോ മോട്ടോകോർപ്പ് ഇവരുടെ 40 വർഷത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് എക്സ്ട്രീം 125R, മാർവിക്ക് 440 തുടങ്ങിയ ബൈക്കുകൾ ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻഡോ റെമഡീസ് ഇന്ന് 9% ഫോള് ഉണ്ടായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 28% ഇടിഞ്ഞതാണ് കാരണം. ബഡ്ജറ്റിലേക്ക് നോക്കുമ്പോൾ ഹെൽത്ത് കെയർ, ഫാർമ സെക്ടേഴ്സിന് ടാക്സ് ഇൻസെൻറ്റീവ്സ്, PLI ഇൻസെൻറ്റീവ്സ് എല്ലാം തന്നെ കിട്ടുമെന്നുള്ള കാരണം കൊണ്ടാണ് ഇന്ന് ഫാർമ സെക്ടർ മാത്രം ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. PSV പ്രൊജക്റ്റ് 3% ഗെയിൻ ഉണ്ടായിരുന്നു. ഇവർക്ക് 445 കോടി രൂപയുടെ ഒരു ഓർഡർ ഗുജറാത്തിൽ നിന്ന് കിട്ടി. L&T കമ്പനിക്ക് മൾട്ടിപ്പിൾ ഓർഡർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയതായിട്ട് കമ്പനി അറിയിച്ചു. മെഡി അസിസ്റ്റ് IPOയിൽ ലിസ്റ്റ് ചെയ്തു. 418 രൂപയായിരുന്നു ഇഷ്യൂ പ്രൈസ് ഉണ്ടായിരുന്നത്. 464 രൂപ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. 11% ലിസ്റ്റിംഗും കിട്ടി. UFO മൂവി കമ്പനീസ് TSR ഫിലിംസ് ആയിട്ട് ഇവർ ടൈപ്പ് ആയിട്ടുണ്ട്. പുറവങ്കര ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള റിയാലിറ്റി കമ്പനി 22 കോടി രൂപയിൽ നിന്ന് 77 കോടി രൂപയിലേക്ക് അറ്റാദായം ഉയർത്തി. കമ്പനി 6.5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. കർണാടക ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 331 കോടി രൂപ, 301 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് ഉയർത്തി. ടാറ്റ എലക്സി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 6% ഉയർത്തി 206 കോടി രൂപ കരസ്ഥമാക്കി. ലുപ്പിൻ കമ്പനി അവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് ഈ ഒരു മൊമെൻറ്റിലുള്ള ന്യൂസുകൾ. മറ്റുള്ള ന്യൂസുകളായിട്ട് നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു.